ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നതെന്നാണ്. അതോടൊപ്പം തന്നെ എന്റെ നീറ്റിന്റെ സമയത്ത് ഉണ്ടായിരുന്ന എന്റെ ഒരു ടൈം ടേബിളും കൂടിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിക്കോസ് ഒരു നീറ്റിന്റെ ഒരു പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് കാണുന്നതാണ് ഞാൻ ടൈം ടേബിൾ എന്ന് പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ നീറ്റിന്റെ പ്രിപ്പറേഷനിലാണ് നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിഷൻ ഉണ്ടായിരിക്കണം, ഇന്ന് ഇത്ര ടോപ്പിക്സ് ഞാൻ കവർ ചെയ്യും. അങ്ങനെ ഓരോ ദിവസവും നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് നീറ്റിന്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റുകയും ഈ ഓരോ ദിവസത്തെ അച്ചീവ്മെന്റ്സ് നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോൾ നമുക്കതൊരു പ്രോത്സാഹനമായിട്ട് നമുക്ക് ഇന്ന് പഠിച്ചതിനേക്കാൾ ഇരട്ടി നാളെ പഠിക്കാനുള്ള ഒരു ഒരു എനർജിയും ഒരു കാര്യങ്ങൾ കിട്ടുന്നതാണ്. നമ്മളൊരു പ്രോപ്പർ ആയിട്ട് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുകയും ആ ടൈം ടേബിൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ നീറ്റിന്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ടർ ആയിട്ട് ഞാൻ ടൈം ടേബിൾ പറയുന്നത്. സോ നമ്മൾ അതിനെപ്പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കേണ്ടത്, നമ്മൾ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. അതിനുശേഷം എന്റെ ടൈം ടേബിൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ്, ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം, കാരണം ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ആദ്യത്തെ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ ഇപ്പൊ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ റിപ്പീറ്റിന്റെ സമയമാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് അറിയാം, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ നമുക്കുണ്ട്. അതേ സമയത്ത് ഈവൻ നമ്മളിപ്പോ ഒരു +1 +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരിൽ തന്നെ 2 കാറ്റഗറി ഉണ്ടായിരിക്കും. ഓൾറെഡി ഒരു +1 +2ന്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ നല്ലൊരു ഓറിയന്റേഷൻ ഉള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ നീറ്റ് ലെവലിൽ ഒരു ഓറിയന്റേഷൻ ഉള്ള കുട്ടികളുടെ നോളേജ് ആയിരിക്കത്തില്ല ഒരു ആദ്യമായിട്ട് റിപ്പീറ്റ് അല്ലെങ്കിൽ നീറ്റിന്റെ ലെവലിൽ പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കാൻ ഞാൻ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. ഒരു നീറ്റ് ലെവലിൽ ഓറിയന്റേഷൻ ഉള്ള ഒരു കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ലോങ് ഡ്യൂറേഷൻ ഉള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതേ സമയത്ത് ഇല്ല, ആ ഒരു ലെവലിലോട്ട് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്കതൊന്ന് പിടികിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും എന്നുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് ഡ്യൂറേഷൻ, കുറച്ച് മീൻസ് ഒരു 8 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊരു കുറച്ച് ഡ്യൂറേഷൻ വെക്കുക. പിന്നെ നിങ്ങൾ അതിൽ നിന്ന് ഓരോ ആഴ്ച വരുമ്പോഴേക്കും 1 അവർ കൂട്ടിയിട്ട് നിങ്ങൾ അത്യാവശ്യം ഒരു ഹൈ ലെവലിൽ ഒരു കുറച്ച് വലിയൊരു ഡ്യൂറേഷൻ ഉള്ള ഒരു രീതിയിലുള്ള ടൈം ടേബിൾ സെറ്റ് ആക്കും. ഞാനിപ്പോ എന്റെ കാര്യം വെച്ച് പറയുവാണെങ്കിൽ പോലും ഞാനൊരു സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ട് വന്നത്, അത് ഗവൺമെന്റ് സ്കൂളിലും പഠിച്ചിട്ട് ഞാൻ വന്നൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് അറിയത്തില്ല. എനിക്ക് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതിനുശേഷം അങ്ങനെ നമ്മൾ പാസ്സാകുക, അങ്ങനെ ഒരു കുട്ടിയാണ്. അപ്പം പെട്ടെന്ന് ഇത്രയും ടോപ്പിക്സ് ടെക്സ്റ്റ് ബുക്ക് ഇരുന്ന് വായിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. സോ നമ്മൾ ആ ഒരു ലെവലിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ ചെറുതായിട്ട് മതി. കാരണം നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഓഗസ്റ്റ് ആയിട്ടേ ഉള്ളൂ, നമുക്ക് മെയിലാണ് നമ്മുടെ എക്സാം വരുന്നത്. ഏകദേശം ഒരു 9 മാസത്തോളം നമ്മുടെ കയ്യിലുണ്ട്. സോ നിങ്ങൾ പതിയെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ, ഇതിന്റെ ഒരു എങ്ങനെയാണ് പോകുന്ന ഒരു ഐഡിയ കിട്ടപ്പോ നിങ്ങൾ പൊക്കോളും, ഉറപ്പിട്ടുള്ള കാര്യമാണ്. ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തുടക്കത്തിന് ഒരു സമയത്ത് പ്രിപ്പറേഷൻ നല്ല ഉഷാറായി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻ കേസ് നിങ്ങൾക്ക് വലിയ ഓറിയന്റേഷൻ ഇല്ല, ഇനിയാണ് നിങ്ങൾ ഓരോ ടെക്സ്റ്റ് ബുക്ക് വൈസ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നെങ്കിൽ ആദ്യം കുറച്ച് ഡ്യൂറേഷൻ വെച്ച് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് യൂസ്ഡ് ആയി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഡ്യൂറേഷൻ കൂട്ടിയാൽ മതി. അതാണ് എനിക്ക് ഒന്നാമത്തെ പോയിന്റ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ പറയാനുള്ളത്. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ടൈം ടേബിളില് സബ്ജക്ട്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ 3 സബ്ജക്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ. അതുമാത്രമല്ല, നിങ്ങൾ ഈ തുടക്കത്തെ സമയത്ത് നിങ്ങൾ ഈ ടൈം ടേബിൾ എഴുതുന്ന സമയത്ത് മോസ്റ്റ്ലി നമുക്കൊരു ടെൻഡൻസി വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് പിന്നെയും വായിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ കാണുമ്പോൾ ഇത് വേണ്ട, ഇതിപ്പോ ഇടണ്ട, ഇത് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിടും. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ഏത് പോർഷൻ ആണോ ടഫ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയ്ക്ക് നോക്കാത്ത പോർഷൻസ് ഏതൊക്കെയാണോ ഉള്ളത്, നിങ്ങൾ അത് നിങ്ങളുടെ ഇനിഷ്യൽ പീരീഡിൽ തന്നെ ഇടണം. നിങ്ങൾ ഇന്നിപ്പോ അത് വായിച്ചിങ്ങനെ സ്റ്റാർട്ട്
ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനോട് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനോട് ഇഷ്ടം വരാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇത് വായിച്ചാൽ എന്റെ തലയിൽ പെട്ടെന്ന് കയറും എന്ന് ഉറപ്പുള്ളതാണ്. സോ അത് നിങ്ങൾക്ക് ഇനി കുറച്ച് ടൈം കൊടുത്താലും അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരുന്നോളൂ. അതേ സമയത്ത് ഇല്ല ഈ ടോപ്പിക്സ് ഭയങ്കര പാടാണ്, കാരണം നമുക്ക് കാണുമ്പോഴേ അയ്യോ എന്ന് തോന്നുന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ്. സോ അങ്ങനത്തെ ഒരു ടോപ്പിക്സ് നിങ്ങൾ ഇപ്പോഴത്തെ ടൈമിൽ തന്നെ കൊടുത്ത് ശീലിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, അതായത് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലിപ്പം നമുക്കറിയാം 3 സബ്ജക്ട് ഉണ്ടല്ലോ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. അപ്പൊ വേണമെങ്കിൽ ബയോളജി കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ഇടാം, ഫിസിക്സ് കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ളത്, കെമിസ്ട്രി നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഇടാം. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് എല്ലാ ടോപ്പിക്സും ഈസി ഇടാം അല്ലെങ്കിൽ എല്ലാ ഡിഫിക്കൽട്ട് ഇടാൻ രണ്ടും എഫക്റ്റീവ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാനും അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം, ഒരിക്കലും അതെന്ന് പറയുന്ന ഒത്തിരി എക്സ്ട്രീം ആയിട്ട് കൊടുക്കാൻ പാടില്ല, എന്നാൽ തീരെ ഇല്ല, ഒട്ടും ഇല്ലാണ്ടോ അല്ലെങ്കിൽ കുറച്ചുമായിട്ടില്ല, കുറച്ചൊക്കെ രീതിയിൽ നിങ്ങളുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങൾ മാറ്റി വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈം ടേബിൾ കാണുമ്പോഴേക്കും ഭയങ്കര സ്ട്രെസ്ഫുൾ ആകുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് വരുന്നില്ല, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നിന്ന് പഠിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം. അഫ്കോഴ്സ് നമ്മൾ മനസ്സിലാക്കണം, നീറ്റിന് അത്രയും കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, അതിൽ ഓരോ റാങ്ക് ആണ് നിങ്ങളെ ഏത് പൊസിഷനിൽ നിങ്ങൾ എവിടെ എത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പഠിക്കാൻ കൊടുക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത് നല്ല കൂടുതലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്നാലും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് സന്തോഷത്തിന് നിങ്ങൾ സമയം വെക്കണം. ഈ ഒരു ടൈം ടേബിൾ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരാനും അല്ലെങ്കിൽ ആ ഒരു ജേർണി അല്ലെങ്കിൽ ഈ ഒരു 1 ഇയർ എന്ന് പറയുന്നത് അഫ്കോഴ്സ് നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ കുറെ നമ്മൾ കുത്തുവാക്കുകളും അങ്ങനെ എല്ലാം കുറെ കേൾക്കുന്ന ഒരു പീരീഡിലൂടെയാണ്. സോ അങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു നീറ്റിന്റെ ജേർണി കുറച്ചെങ്കിലും നല്ല പീസ്ഫുൾ ആയിട്ട് നല്ല കാം ആയിട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നമ്മുടേതായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു ടൈം നമ്മൾ മാറ്റി വെക്കണം. സോ ആ ഒരു ഇതിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ടൈം ടേബിൾ കാണുമ്പോഴും ഒരു സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട് കുറച്ചെങ്കിലും നമുക്ക് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ നമുക്കത് കുറെ നാളത്തേക്ക് ഫോളോ ചെയ്ത് പോകാനും നമുക്ക് പറ്റും. അതിനുശേഷം നിങ്ങൾ ഈ ടൈം ടേബിളിൽ റിവൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കണം. ഈ റിവൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം ഫുള്ള് മൊത്തത്തിൽ റീകളക്ട് ചെയ്ത് പഠിക്കണം അങ്ങനെ ഒന്നും അല്ല. ജസ്റ്റ് അതിലൂടെ നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ മെയിൻ പോയിന്റ്സ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്സിന്റെ ഇക്വേഷൻസ് പഠിച്ചു ആ ഇക്വേഷൻസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ സബ്ജക്ട്സിലെ ഓരോ ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എംസിക്യൂസ് സോൾവ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ചെയ്ത് നോക്കാം. അതായത് ഇന്ന് ഇപ്പൊ പഠിച്ച ടോപ്പിക്സിൽ ഇന്ന് തന്നെ എംസിക്യൂസും പിന്നെ അല്ലെങ്കിൽ വേറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇന്ന് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അതല്ലെങ്കിൽ ഓക്കെ, നമ്മളിപ്പോ തിയറി മാത്രമാണ് നിങ്ങൾക്ക് ഒരു ദിവസം പറ്റുന്നെങ്കിലും ഒക്കെ മതി. അതിനുശേഷം ആ ഒരു വീക്ക്, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു മൺഡേ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈം ടേബിൾ ആണ്, നമ്മൾ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം പഠിച്ച തിയറി ടോപ്പിക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വീക്കിൽ സൺഡേ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാം. അതല്ല ഇപ്പൊ ഡെയിലി നിങ്ങൾ ഓരോ ടോപ്പിക്സ് വായിച്ചിട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പോകാനാണ് നിങ്ങൾക്ക് താല്പര്യം എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആയാലും മതി. സോ ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ കൺസിഡർ ചെയ്തിട്ട് ഒരാഴ്ചത്തെ ടൈം ടേബിൾ നിങ്ങൾ അങ്ങനെ സെറ്റ് ആക്കണം. ഇനി എന്റെ നീറ്റിന്റെ സമയത്തുള്ള ഒരു ടൈം ടേബിൾ എങ്ങനെയായിരുന്നു എന്ന് പറയാം. എല്ലാവർക്കും അറിയുമെന്ന് അറിയത്തില്ല, ഞാനൊരു റിപ്പീറ്റർ ആയിരുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്തത് പല ബ്രില്യന്റിലായിരുന്നു, റിപ്പീറ്റ് ചെയ്ത് സെൽഫ് സ്റ്റഡി ആയിരുന്നു. റിപ്പീറ്റ് ചെയ്ത സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ബേസിക്സും ഇല്ലാണ്ട് അതുമാത്രമല്ല ഒരു നീറ്റിന്റെ ഓറിയന്റേഷനും ഇല്ലാണ്ട് എന്താണ് നീറ്റ് എക്സാം എന്ന് പോലും ഒരു ഐഡിയ ഇല്ലാണ്ട് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ബ്രില്യന്റിൽ പോയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. സോ എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു +1 +2 പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്ന നീറ്റിന്റെ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നീറ്റ് പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു സ്റ്റേജിൽ എനിക്ക് എന്താ പറയാ, ഞാൻ ഒരിക്കലും
ഒരു നീറ്റിന് വേണ്ടി ഒരു കംപ്ലീറ്റ്ലി തുടക്കം തൊട്ട് ഞാനൊന്ന് പഠിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചോളം കുറച്ച് ടോപ്പിക്സ്, അതായത് ഇപ്പൊ വീക്കിലി എക്സാംസ് വരുമ്പോ ആ ടോപ്പിക്സ് നോക്കാം, ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിന്റെ ഏറ്റവും ലാസ്റ്റ് ആകാറായപ്പോഴാണ് ഞാൻ എന്താണ് ഒരു നീറ്റ് എക്സാം എന്താണെന്നുള്ളൊരു ഐഡിയ വന്നത്. അപ്പോഴേക്കും തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റിപ്പീറ്റിന്റെ സമയത്ത് ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്യണ സമയത്തായിരുന്നു എന്താണ് നീറ്റ് എക്സാം, എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്ലാനിങ്, അതായത് പ്രോപ്പർ ടൈം ടേബിളിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്ന ഒരു ഇയർ ആയിരുന്നു. ഇനി ഞാൻ എന്റെ നീറ്റിന്റെ സമയത്തുള്ള ഒരു ടൈം ടേബിൾ എങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കലും ഇതല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. റിപ്പീറ്റിന്റെ സമയത്തായിരുന്നു ഒരു ടൈം ടേബിൾ വെച്ചിട്ട്, കൃത്യമായിട്ട് ടൈം ടേബിൾ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. ഈവൻ ഞാനിപ്പോ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് ഇന്റേണൽ എക്സാംസ് വരുമ്പോഴും യൂണിവേഴ്സിറ്റി എക്സാം വരുമ്പോൾ നമ്മളൊരു ടൈം ടേബിൾ വെച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിപ്പോ ഞാൻ മാത്രമല്ല, നമ്മുടെ ബാച്ചിലുള്ള എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും അങ്ങനെയൊക്കെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഒത്തിരി സംസാരിക്കാണ്ട് പറയാം. ഞാനിപ്പോ റിപ്പീറ്റിന്റെ സമയത്ത് ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആയിരുന്നു. യൂഷ്വലി ഞാനൊരു നൈറ്റ് പേഴ്സൺ ആയിരുന്നു ഒരു റിപ്പീറ്റ് ടൈം വരെ. അതിനുശേഷം ലൈക്ക് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, അതായത് PCOS പോലത്തുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വന്നിട്ട് എന്താ പറയാ, ജസ്റ്റ് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണമെന്ന് ഓർത്തിട്ടായിരുന്നു രാവിലെ തൊട്ടുള്ള ഒരു ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ രാവിലെ 4:30 ആകുമ്പോൾ എഴുന്നേക്കും. 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് 4:30 തൊട്ട് ഒരു 5:30 വരെ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് അതിനുശേഷം സൂര്യ നമസ്കാരം ചെയ്യും. അത്രയാണ് ഞാൻ ആദ്യം രാവിലെ എഴുന്നേറ്റ് ചെയ്ത കാര്യം. അപ്പൊ കുറച്ച് ഫ്രഷ് ആകും. അതിനുശേഷം ഒരു 5:30 തൊട്ട് 7:30 വരെ ഞാൻ ഇരുന്ന് പഠിക്കും. അതിനുശേഷം 7:30 തൊട്ട് 8 മണി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കഴിക്കുന്നത്. 8 മണി തൊട്ട് 10:30 വരെ ഞാനിരുന്ന് അടുത്ത ഏതെങ്കിലും ഒരു ടോപ്പിക്സ് ഇരുന്ന് വായിക്കും. അതിനുശേഷം 10:30 തൊട്ട് 11 മണി വരെ ഞാൻ എന്തെങ്കിലും സ്നാക്സ് കഴിക്കും. അതായത് എനിക്ക് PCOSന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഫ്രീക്വന്റ് ആയിട്ട് കുറച്ച് എന്തെങ്കിലും കഴിക്കും. 11 മണി തൊട്ട് 12 മണി വരെ അടുത്ത ടോപ്പിക്സ്, അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ടോപ്പിക്സ് ഇരുന്ന് വായിക്കും. അതിനുശേഷം 1 മണി തൊട്ട് 2 മണി വരെയാണ് ഞാൻ ലഞ്ച് ബ്രേക്ക് കൊടുക്കുന്നത്. അതായത് ഫുഡൊക്കെ കഴിക്കും. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് ജസ്റ്റ് അതിലെ കൂടെ ഒക്കെ നടക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അതിനുശേഷം 2 മണി തൊട്ട് 4 മണി വരെ അടുത്ത റൗണ്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കും. 4 മണിയാകുമ്പോൾ എന്തെങ്കിലും കുറച്ച് സ്നാക്സോ കാര്യങ്ങളൊക്കെ കഴിക്കും. അതിനുശേഷം എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യും. ഓക്കെ അല്ല, ഏതെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ടുള്ള വർക്കൗട്ടോ കാര്യങ്ങളോ ചെയ്യും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകും. ഫ്രഷ് ആയതിനു ശേഷം ഡിന്നറും കഴിക്കും. അത് ഈ പറഞ്ഞതുപോലെ ഒരു ഫാസ്റ്റിംഗ് എന്ന രീതിയിൽ ഞാൻ 6 മണിയാകുമ്പോഴേക്കും ഡിന്നറും ഫിനിഷ് ആക്കും. അതിനുശേഷം ഈ 6 മണി തൊട്ട് 8 മണി വരെ ഇരുന്നിട്ട് വീണ്ടും പഠിക്കും. 8 മണി തൊട്ട് 8:30 വരെ വെറുതെ ഇരിക്കും. 8:30 തൊട്ട് 10:30 വരെ അടുത്ത റൗണ്ട് വീണ്ടും പഠിക്കും. പിന്നെ 10:30 ആകുമ്പോഴേക്കും ഞാൻ കിടന്നുറങ്ങും. അങ്ങനെ ഏകദേശം ഒരു 12 മണിക്കൂർ തൊട്ട് 13 മണിക്കൂർ വരെയായിരുന്നു ഞാൻ ഒരു ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. 6 മണിക്കൂർ ഉറക്കം എനിക്ക് എന്തായാലും മസ്റ്റ് ആയിരുന്നു. അങ്ങനെ 6 മണിക്കൂർ ഉറക്കം, ഒരു 12 to 13 മണിക്കൂർ പഠിത്തം, അതിനുശേഷം എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം, അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ടൈം ടേബിൾ ആയിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പേഴ്സണൽ ആയിട്ട് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഫുഡ് കഴിക്കണ സമയത്താണെങ്കിലും അല്ലെങ്കിൽ വെറുതെ ഇരിക്കണ സമയത്താണെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കേൾക്കുമായിരുന്നു. എന്റെ പേഴ്സണൽ ആയിട്ട് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പാട്ട് കേൾക്കല്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഫെയറി ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിൽ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ ഉണ്ടായിരിക്കും. ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അതിരുന്ന് കാണും. പിന്നെ മൂന്നാമതായിട്ട് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതായത് പല മെഡിക്കൽ കോളേജിലെ ഓണം സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അന്നൊന്നും ഈ പറഞ്ഞ പോലെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊന്നും ഇല്ല. അവിടെ കൂടുതലും കോളേജിലെ ഓണം സെലിബ്രേഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഗ്രാജുവേഷൻ സമയത്തുള്ള എന്തെങ്കിലുമുള്ള കുഞ്ഞു കുഞ്ഞു ഫിലിമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇരുന്ന് കാണാം. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ കിട്ടും. പിന്നെ മോസ്റ്റ്ലി ഒരു നൈറ്റിലെ ഒരു 8:30 to 10:30 ഈ ഒരു സമയത്താണ് ഞാൻ ഇന്നലെ തലേന്ന് പഠിച്ചിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുന്നത്. കാരണം ആ സമയം നമ്മൾ അത്രയും ടയേർഡാണ്. സോ അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്സ് ഒന്നും നോക്കാണ്ട് റിവൈസ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഈ നൈറ്റിലെ ഈ ഒരു അവേഴ്സ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് പഠിക്കുക. ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു അച്ചീവ്മെന്റ് എന്തായാലും കിട്ടും. അത് സോ പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരുന്ന് പഠിക്കുക. എന്തെങ്കിലും ആവശ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ ബൈ.